ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അതായത് എല്ലാം കട്ടിങ്സ്, ടോപ്പിൻ്റെ മുഴുവനും കട്ടിങ്സ് അതിലിട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നെക്കിന് ഫ്രണ്ടിന് 5.5 എടുത്തിട്ടുണ്ട്, 5.5 ഇഞ്ച്. ബാക്കിന് 3 എടുത്തിരിക്കുന്നത്. അതിൻ്റെ ക്യാൻവാസ് വെട്ടിയിട്ട് ഇതുപോലെ ഒട്ടിക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ നേരിട്ട് നമ്മുടെ കട്ട് ചെയ്ത പീസിൻ്റെ മുകളിൽ വെച്ച് അടിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ നെക്ക് കട്ട് ചെയ്യരുത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടഫായിരിക്കും. അപ്പോൾ ഇതുപോലെ ഫ്രണ്ടും ബാക്കും നെക്ക് മാത്രം കട്ട് ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ബാക്ക് നെക്ക് ഇതുപോലെ ഒന്ന് സെൻറ്റർ മാർക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ പീസ് ഉണ്ടല്ലോ ബാക്കിൻ്റെ, അത് 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു പിന്ന് കുത്തി വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ അടിച്ചാൽ എല്ലാവർക്കും നെക്ക് ഈസി ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അല്ലാണ്ട് ആദ്യം തന്നെ നമ്മൾ വെട്ടിയെടുക്കുമ്പോൾ എന്താണെന്നറിയോ, ബിഗിനേഴ്സിനൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തയ്യൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര കഷ്ടമായിരിക്കും. ഇതുപോലെ ആദ്യം തന്നെ നമ്മൾ വെട്ടാതെ ജസ്റ്റ് ഒന്ന് മാർക്ക് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെയ്താൽ നല്ല നീറ്റായിട്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് അവിടെ ഓരോ കട്ടിങ്സ് കൊടുക്കുക കേട്ടോ, തിരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ബാക്കിലും ഫ്രണ്ടിലും കറക്റ്റായിട്ട് നമ്മൾ ഉള്ളിൽ മടക്കി കൊടുത്തിട്ട് മുകളിലൂടെ ഒന്ന് അടിക്കുക. അല്ലെങ്കിൽ നമ്മൾ വിടർത്തി വെച്ചിട്ട് ഒന്ന് മുകളിലൂടെ അടിച്ചിട്ടും അടിക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള പീസ് നമ്മൾ പുറത്ത് കാണാത്ത വിധത്തിലായിരിക്കണം ചെയ്യേണ്ടത്. ഇതുപോലെ ബാക്ക് അടിച്ചെടുക്കുക. ഉള്ളിൽ നമ്മൾ ഹെമ്മിങ് കൊടുക്കണം കേട്ടോ, ആ തൂങ്ങി നിൽക്കുന്ന ഭാഗം. എന്നിട്ട് നമ്മൾ ഉള്ളിൽ 2 ഇഞ്ച് നമ്മൾ സൈഡ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ബാക്കിലൊരു ടക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. സെൻറ്റർ മടക്കിയതിന് ശേഷം വേണം സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 4 ഇഞ്ചാണ് മാർക്ക് കൊടുത്തിരിക്കുന്നത്. മുകളിൽ നിന്നും ഒരു 9-10 ഇഞ്ച് താഴോട്ട് കൊടുക്കുക, മാർക്ക് ചെയ്യുക. എന്നിട്ട് സെൻറ്ററിൽ നമ്മൾ ഹിപ്പിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, നമ്മൾ ഓപ്പൺ കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ വേണം നമ്മൾ ഈ ചെറിയ ലെവലിൽ ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ലെവലിൽ പിടിച്ചിട്ട് ടക്ക് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ഇടുപ്പൊക്കെ ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് നിൽക്കും കേട്ടോ. ഇതുപോലെ ഫ്രണ്ടിലും വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ സെൻറ്ററിൽ നിന്ന് കണ്ട 4 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 8 കിട്ടിയിട്ടുണ്ട് കണ്ടോ. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഫ്രണ്ടും അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ അടിക്കുമ്പോൾ നീറ്റായിട്ട് വരും. ക്യാൻവാസ് വയ്ക്കുക. ക്യാൻവാസ് വെച്ചിട്ട് 3 ഇഞ്ചിൽ നമ്മൾ മാർക്ക് കൊടുക്കുക കേട്ടോ. നമുക്ക് ലെങ്ത്ത് എത്ര വേണം നോക്കുക. 5 ഇഞ്ചാണ് ഞാൻ അതിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് നെക്കിൻ്റെ. എന്നിട്ട് 1 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ വെട്ടിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ലൈനിങ് ക്ലോത്തിൻ്റെ തുണിയിൽ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. മുപ്പത്താറ് ഇഞ്ചിൻ്റെ ഒരു ചുരിദാറാണ് കേട്ടോ, ഒരു ടോപ്പ്. ഇതുപോലെ നീറ്റായിട്ട് കിട്ടും. എന്നിട്ട് ഷോൾഡറുകൾ തമ്മിൽ നമ്മൾ യോജിപ്പിച്ചെടുക്കുക. എല്ലാത്തിലും നമ്മൾ ഹെമ്മിങ് ചെയ്ത് വിടണം കേട്ടോ, രണ്ടിലും ഫ്രണ്ടിലും ബാക്കിലും. ഷോൾഡറുകൾ നമ്മൾ ജോയിൻ ചെയ്തു. ഇനി നമ്മൾ സ്ലീവാണ് ഫിറ്റ് ചെയ്യേണ്ടത്. സ്ലീവ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതുണ്ട്. അതിൻ്റെ സൈഡിൽ നമ്മൾ ബോർഡർ വേണമെങ്കിൽ അതുപോലെ ബ്ലാക്ക് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ കൊടുത്താൽ മതി. ഒരു ചെറിയ ബിറ്റ് ഉണ്ടെങ്കിൽ, പാൻറ്റിൻ്റെ ബിറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ അടിക്കുക. നിങ്ങൾ മുകൾ വശത്തേക്ക് വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇതിൽ ലൈനിങ് കൊടുക്കുന്നില്ല കേട്ടോ സ്ലീവിൽ. ഉള്ളിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് അടിച്ചെടുക്കുകയാണ്. എങ്കിലല്ലേ നമ്മൾ ബ്ലാക്ക് പുറത്തേക്ക് കാണാൻ പറ്റൂ.
സ്ലീവിൻ്റെ ലെങ്ത്ത് 15 എടുത്തിട്ടുണ്ട് കേട്ടോ. 1 ഇഞ്ച് സ്റ്റിച്ചിങ്ങും ചേർത്തിട്ട് 16 ഇഞ്ച് നീളം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 സ്ലീവും നമ്മൾ തയ്ച്ചെടുത്തു. എന്നിട്ട് നമ്മൾ നമ്മുടെ ബോഡി പാർട്ടിൽ ഫിറ്റ് ചെയ്യേണ്ടത് ഫ്രണ്ട് കുഴി ഉണ്ടല്ലോ, ആ ഫ്രണ്ട് കുഴി എങ്ങനെ വരണമെന്ന് നോക്കിയിട്ട് വേണം ഫിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് ഒന്ന് കുഴിച്ച് വെട്ടിയിട്ടുണ്ടല്ലോ, ആ കുഴിച്ച് വരുന്ന ഭാഗം നമ്മൾ ഫ്രണ്ട് വശത്ത് വരണം. കണ്ടോ? അങ്ങനെ വരുന്ന രീതിയിൽ നമ്മൾ പിന്നോ എന്തെങ്കിലും ഷോൾഡറിൽ കുത്തി വയ്ക്കുക. എന്നിട്ട് അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. നമ്മൾ തിരിച്ചിട്ട് അതതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മാർക്ക് കൊടുക്കുക കേട്ടോ. തിരിച്ച് വയ്ക്കുക. എന്നിട്ട് സൈഡിലൊക്കെ കറക്റ്റായി വെച്ചതിന് ശേഷം അവിടെ ഓരോ പിന്നൊക്കെ കുത്തി വയ്ക്കണം. അല്ലെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ പിടിച്ച് വെച്ചാലും മതി കേട്ടോ. നമ്മുടെ ചെസ്റ്റ് അളവ് 36 അതിന് നമ്മളിപ്പോൾ ഡബിൾ പീസ് ആകുമ്പോൾ 18 എടുക്കുക. നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ 34, ഹിപ്പിൻ്റെ അവിടെ 38. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുക. അതായത് ഇത് 2 പീസാണ്. നമ്മൾ വെട്ടുമ്പോൾ 4 പീസായിരുന്നു, അതുപോലെ 2 പീസ്. അപ്പോൾ അതുപോലെ സ്ലീവും നമ്മൾ എത്രയാണ് വെച്ചാൽ മാർക്ക് കൊടുക്കുക. എന്നിട്ട് പിന്നെ കുത്തി വയ്ക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഹിപ്പ് വരെ അടിച്ചെടുക്കാൻ പറ്റും. മുകളിൽ നിന്നിട്ട് നമ്മൾ ഹിപ്പ് വരെയുള്ള ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 20 ഇഞ്ചാണ് കേട്ടോ. അതുപോലെ മുകളിൽ നിന്ന് നമ്മൾ വേസ്റ്റ് അളവ് 14 ഇഞ്ച് എടുക്കുക, അല്ലെങ്കിൽ 15 ഇഞ്ച് എടുക്കുക കേട്ടോ. ഇതാണ്ട 15 അല്ലെങ്കിൽ 14 എടുക്കുക. അവിടെയാണ് നമുക്ക് വേസ്റ്റ് ഭാഗം വരുന്നത്. ചെസ്റ്റ് ഇത് അതുപോലെ എല്ലാം നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ മുതൽ അടയാളപ്പെടുത്തണം കേട്ടോ. ഹിപ്പ് വരെ വന്നിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ സൈഡ് ഉണ്ടല്ലോ, സൈഡ് നമ്മൾ മടക്കി കൊടുക്കുമല്ലോ, അതുവരെ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ സ്കെയിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് സൈഡൊക്കെ കറക്റ്റായി വെച്ചതിന് ശേഷമാണ് ഓപ്പണ് നമ്മൾ അടിച്ചെടുക്കാൻ കേട്ടോ. ഇത്രയും ലെങ്ത്ത്. സ്ലീവ് 5.5 എടുത്തേക്കിന് 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ സ്റ്റിച്ചിങ് അലവൻസും കേട്ടോ. അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. 2 സ്റ്റിച്ച് വെച്ചിട്ട് കറക്റ്റായിട്ട് സൈഡൊക്കെ വെട്ടിയതിന് ശേഷം അങ്ങോട്ട് 2 മടക്ക് കൊടുത്തിട്ട് ഇതുപോലെ അടിക്കുക കേട്ടോ. താഴേന്ന് മുകളിലേക്ക് വേണം അടിക്കണമെങ്കിൽ. അതുപോലെ ലൈനിങ്ങിൻ്റെ അടിവശമൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇത്രേ ഉള്ളൂ പണി കേട്ടോ. ഈസി ആയിട്ട് തയ്ക്കാവുന്നതാണ് നമുക്ക് ചുരിദാർ. നീറ്റായിട്ട് വന്നിട്ടുണ്ട്. സൈഡിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ നീറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതൊക്കെ നമ്മൾ കണ്ടോ, ഇതുപോലെ ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം, അപ്പോഴാണ് നീറ്റായിരിക്കുള്ളൂ.